2026 ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് കെ മത്സരത്തിൽ ഫേവറിറ്റുകളായ പോർച്ചുഗലും അണ്ടർഡോഗുകളായ കോങ്കോയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കരുത്തന്മാരെന്ന് അവകാശപ്പെടുന്ന പോർച്ചുഗലിനോട് ആദ്യോടന്തം ശക്തമായി ചെറുത്തുനിന്ന് ഒടുവിൽ 1-1 എന്ന സ്കോറിൽ ആഘോഷത്തോടെ കോങ്കോ എന്ന രാജ്യം തല ഉയർത്തി മടങ്ങി. ഈ സമനിലയുടെ ആഘോഷവും ചരിത്രപരമായ മൂല്യവും നോക്കുമ്പോൾ യഥാർത്ഥ വിജയികൾ കോങ്കോ തന്നെയായിരുന്നു എന്ന് ലോകം പറയും. ലോകകപ്പിലേക്ക് കിരീട സ്വപ്നങ്ങളുമായി എത്തിയ പോർച്ചുഗൽ, മറുവശത്ത് 52 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പിലേക്ക് മടങ്ങിയെത്തിയ കോങ്കോ. കളിക്ക് മുൻപ് എല്ലാവരും ചോദിച്ചത് പോർച്ചുഗൽ ഇന്ന് എത്ര ഗോൾ അടിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ മത്സരം അവസാനിച്ചപ്പോൾ ലോകം ചോദിച്ചത് മറ്റൊരു ചോദ്യമായിരുന്നു. അതായത് എങ്ങനെ കോങ്കോ പോർച്ചുഗലിനെ പിടിച്ചുകെട്ടി എന്നുള്ളതായിരുന്നു അത്. കളി ആരംഭിച്ച 6-ാം മിനിറ്റിൽ തന്നെ പോർച്ചുഗൽ ലീഡ് നേടി. ജോആൻ നെവസ് പെട്രോ നെറ്റോയുടെ ക്രോസിൽ നിന്നും ഹെഡറിലൂടെ ഗോൾ നേടിയാണ് പോർച്ചുഗലിനെ മുൻപിലെത്തിച്ചത്. അപ്പോഴേക്കും പലർക്കും തോന്നിയത് വലിയൊരു വിജയത്തിലേക്കായിരിക്കും ഇന്ന് പോർച്ചുഗൽ പോകാൻ പോകുന്നതെന്നാണ്. കളിയുടെ 6-ാം മിനിറ്റിൽ തന്നെ പോർച്ചുഗൽ കോങ്കോയുടെ വല ചലിപ്പിച്ചപ്പോൾ സകലരുടെയും മനസ്സ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ജർമ്മനി സംഹാര താണ്ഡവമാടിയതുപോലെ മിനിമം ഒരു 6-7 ഗോളെങ്കിലും കോങ്കോ ചുമക്കേണ്ടി വരും എന്നായിരുന്നു. കാരണം ഗോൾ അടിച്ചത് മാത്രമല്ല, പ്രാരംഭ സമയത്ത് പന്തടക്കത്തിലും ആക്രമണങ്ങളിലും പോർച്ചുഗൽ മേൽക്കൈ പുലർത്തി നിൽക്കുന്നതും കൂടി കണ്ടിട്ടാണ്. പക്ഷെ കളിയുടെ ആദ്യ പകുതിയുടെ അധിക സമയത്ത് ചരിത്രം പിറന്നു. ഒരു കോർണറിൽ നിന്ന് വന്ന പന്ത് യോനെ വിസ അതിഗംഭീരമായൊരു ഹെഡറിലൂടെ പോർച്ചുഗലിന്റെ വലയിലെത്തിച്ചു. സത്യത്തിൽ അതൊരു സാധാരണ ഗോളായിരുന്നില്ല, കോങ്കോയുടെ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളായിരുന്നു. 52 വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഗോൾ പിറന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ ഗോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നത് പോലെയുള്ള സന്തോഷമാണ് പ്രദാനം ചെയ്യുന്നത്. അതും ഒരു ലോകോത്തര നിലവാരമുള്ള ടീമിനെതിരെ, റൊണാൾഡോയുടെ പോർച്ചുഗലിനെതിരെ. പോർച്ചുഗലിന്റെ ഫോർമേഷൻ 4-2-3-1 ശൈലിയായിരുന്നു. ഗോൾ കീപ്പർ ഡിയാഗോ കോസ്റ്റ, പ്രതിരോധ നിരയിൽ കാൻസാലോ, അറൗജോ, റെനാറ്റോ വെയ്ഗ, നൂനോ മെൻഡസ് എന്നിവർ അണിനിരന്നു. മധ്യനിരയിൽ വിറ്റീനിയ, ജോവോ നെവസ്. ആക്രമണ നിര ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, പെട്രോ നെറ്റോ. ഏറ്റവും മുൻപിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗലിന്റെ പ്ലാൻ വളരെ വ്യക്തമായിരുന്നു. പന്ത് നിരന്തരം കൈവശം വെക്കുക, വിങ്ങുകൾ ഉപയോഗിച്ച് ആക്രമിക്കുക, റൊണാൾഡോയ്ക്ക് ക്രോസുകൾ നൽകുക, ബ്രൂണോയും ബെർണാഡോയും വഴി അവസരങ്ങൾ സൃഷ്ടിക്കുക. കളി തുടങ്ങിയപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു കാണുവാൻ കഴിഞ്ഞത്. എന്നാൽ ഫൈനൽ തേർഡിൽ അവർക്ക് കൃത്യത, കാര്യക്ഷമത വളരെ കുറവായിപ്പോയി. എന്നാൽ മറുവശത്ത് കോങ്കോയുടെ കോച്ച് സെബാസ്റ്റ്യൻ ഡെസാബ്രെ അതിഗംഭീരമായ തന്ത്രങ്ങളാണ് ഒരുക്കിയത്. കോങ്കോ ഏകദേശം 5-4-1 ഫോർമേഷനിലുള്ള ഒരു പ്രതിരോധ ബ്ലോക്കായിട്ടാണ് കളിച്ചത്. കളിയുടെ തുടക്കം മുതൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ പ്രതിരോധം ശക്തമാക്കുക, പോർച്ചുഗലിനെ മധ്യഭാഗത്ത് തന്നെ തടയുക, കൗണ്ടർ അറ്റാക്കുകൾ നടത്തുക, സെറ്റ് പീസുകൾ പ്രയോജനപ്പെടുത്തുക എന്നതൊക്കെ തന്നെയായിരുന്നു. ഇതിലെല്ലാം അവർ കൃത്യമായി വിജയിച്ചു. കോങ്കോ പ്രതിരോധ നിരയുടെ കരുത്ത് പോർച്ചുഗൽ നന്നായി മനസ്സിലാക്കി. ഈ മത്സരത്തിന്റെ യഥാർത്ഥ ഹീറോകൾ ആ പ്രതിരോധ താരങ്ങൾ തന്നെയായിരുന്നു. ചാൻസൽ എംബാബെ, അക്സൽ ട്യൂൻസിബി എന്നിവർ ഡൊണാൾഡോയെ ഫലപ്രദമായി നിയന്ത്രിച്ചു. ഹെഡറുകൾ, ക്ലിയറൻസുകൾ, ടാക്കിളുകൾ, പൊസിഷനിങ് എല്ലായിടത്തും അവർ മികച്ച കളി തന്നെയാണ് പുറത്തെടുത്തത്. കോങ്കോയുടെ ഗോൾ കീപ്പർ ലയണൽ എംബാസി, അയാളെ വിസ്മരിക്കുവാൻ കഴിയില്ല. കാരണം പ്രധാനപ്പെട്ട സമ്മർദ്ദ സമയങ്ങളിൽ മികച്ച സേവുകൾ നടത്തി അദ്ദേഹമാണ് തൻ്റെ ടീമിനെ ഈ മത്സരത്തിൽ പിടിച്ചു നിർത്തിയത്. ഇന്നത്തെ കളിയിലെ പോർച്ചുഗലിന്റെ പ്രധാന പിഴവുകൾ പരിശോധിച്ചാൽ ഒന്നാമതായി കാണുവാൻ കഴിയുന്നത് അവസരങ്ങൾ പാഴാക്കലായിരുന്നു. ആധിപത്യം ഉണ്ടായിരുന്നുവെങ്കിലും ഗോളവസരങ്ങൾ അത് ഗോളാക്കി മാറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാന പാസുകളിലെ കൃത്യത കുറവ്. ബ്രൂണോയും ബെർണാഡോയും ശ്രമിച്ചുവെങ്കിലും നിർണായക നിമിഷങ്ങളിൽ പിഴവുകൾ ധാരാളമുണ്ടായി. അടുത്തത് സെറ്റ് പീസുകളുടെയും പ്രതിരോധത്തിന്റെയും വീഴ്ച. കോങ്കോയുടെ ഗോൾ പൂർണ്ണമായും മാർക്കിങ്ങിന്റെ പിഴവിന്റെ ഫലമായിരുന്നു. വിസയെ ആരും കാര്യമായി ശ്രദ്ധിച്ചതേയില്ല. അടുത്തത് അമിതമായ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. ആദ്യ ഗോൾ നേടിയ ശേഷം പോർച്ചുഗലിന്റെ ആക്രമണ തീവ്രത അതുകൊണ്ട് തന്നെ കുറയുന്നതാണ് കാണുവാൻ കഴിഞ്ഞത്. ചില സമയങ്ങളിൽ മത്സരം അതീവ ബോറായി പോവുകയും ചെയ്തു. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു ഇന്നും ടീമിന്റെ നേതാവ്. അദ്ദേഹം തുടർച്ചയായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുകയും സഹതാരങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഉഷാറാക്കി നിർത്തുകയും ബോക്സിനുള്ളിൽ തന്റെ സാന്നിധ്യം ആദ്യോടന്തം നിലനിർത്തുകയും ചെയ്തു. എങ്കിലും വ്യക്തിപരമായി തനിക്ക് ലഭിച്ച 2 പ്രധാനപ്പെട്ട ഗോൾ അവസരങ്ങൾ റൊണാൾഡോയും പാഴാക്കി കളഞ്ഞു. റൊണാൾഡോയുടെ ഈ മത്സരത്തിലെ നെഗറ്റീവ് സൈഡ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഏത് കൊച്ചു കുഞ്ഞിനും പറയുവാൻ കഴിയും. മുൻകാലത്തെ വേഗതയും സ്ഫോടനാത്മകതയും ഒക്കെ എവിടെയോ പോയി മറഞ്ഞു. തന്നെയുമല്ല, മികച്ച അവസരങ്ങൾ തനിക്ക് ലഭിച്ചില്ല. അവസരങ്ങൾ കണ്ടെത്തുവാൻ ഓടി നടക്കുന്ന ആ പഴയ ശൈലി മാറ്റി ഒരിടത്ത് നിന്നുകൊണ്ട് കളിയെ നിരീക്ഷിക്കുകയും അവസരം വരുമ്പോൾ ആക്രമിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു റൊണാൾഡോയുടെ ഇന്നത്തെ അജണ്ട. പ്രതിരോധ നിരക്കാർ ശക്തമായി അദ്ദേഹത്തെ നിയന്ത്രിച്ചു നിർത്തി. എന്നാൽ
മനോഭാവത്തിന്റെ കാര്യത്തിൽ റൊണാൾഡോ അവസാന നിമിഷം വരെയും വിജയ ഗോളിനു വേണ്ടി ശ്രമിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആരാധകരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പോർച്ചുഗൽ ഉയർന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ചോദ്യം ഇന്നത്തെ ദിവസം ചോദിക്കുന്നത് തന്നെ തെറ്റാണ് എന്ന് പറയേണ്ടി വരും. കാലങ്ങളായി മനസ്സിൽ ഒരു വിഗ്രഹം പോലെ പോർച്ചുഗൽ എന്ന വികാരം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന റൊണാൾഡോ എന്ന ലെജൻഡിനെ ആരാധനയോടെ നോക്കിക്കാണുന്ന കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ ഹൃദയത്തിൽ പോർച്ചുഗൽ എന്ന പഞ്ചലോക വിഗ്രഹം വീണുടയുകയായിരുന്നു. പോർച്ചുഗൽ ടീം പന്തടക്കത്തിൽ മേൽക്കൈ നേടി, ടീം ആക്രമിച്ച് കളിച്ചു, ടീം കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഒരു ടീം ഇത്തരം മത്സരങ്ങൾ തീർച്ചയായിട്ടും ജയിക്കേണ്ടത് തന്നെയാണ്. ഒരു അണ്ടർ ഡോഗിനെതിരെ 2 പോയിന്റ് നഷ്ടപ്പെടുത്തിയ വലിയ തിരിച്ചടിയാണ് ഇന്ന് പോർച്ചുഗലിനെ കാത്തിരുന്നത്. ഇത് കോങ്കോയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ നിമിഷമായിരുന്നു. 1974 സൈർ എന്ന പേരിൽ ലോകകപ്പിൽ പങ്കെടുത്ത ശേഷം കോങ്കോയ്ക്ക് വീണ്ടും ലോകകപ്പിൽ എത്തുവാൻ 52 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അതിനുശേഷം ആദ്യ ലോകകപ്പ് ഗോള്, അതും പോർച്ചുഗലിനെതിരെ. അല്ല, ലോകത്തിലെ മികച്ച താരങ്ങളിൽ ഒരാളായ റൊണാൾഡോ കളിക്കുന്ന മത്സരത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോൾ കോങ്കോ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തലമുറകൾ ഓർക്കുന്ന നിമിഷമായി മാറും. സ്കോർ ബോർഡ് പറഞ്ഞത് പോർച്ചുഗൽ 1 കോങ്കോ 1, പക്ഷേ വികാരങ്ങൾ പറയുന്നത് കോങ്കോ ജയിച്ചു എന്നാണ്. ഒരു പോയിന്റ് മാത്രമല്ല അവർ നേടിയത്, അവർ ലോകത്തിന്റെ ബഹുമാനം തേടി, അവർ ചരിത്രം സൃഷ്ടിച്ചു. അവർ ലോകകപ്പിൽ തങ്ങൾ വെറുതെ പങ്കെടുക്കുവാൻ മാത്രം വന്നതല്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ തെളിയിച്ചു. പോർച്ചുഗലിന് ഇത് മുന്നറിയിപ്പാണ്, എന്നാൽ കോങ്കോയ്ക്ക് ഇതൊരു പ്രഖ്യാപനമാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങളെ ഇനി ആരും അവഗണിക്കില്ല എന്നുള്ള പ്രഖ്യാപനം. എന്നാൽ വിട പറയുന്നതിന് മുൻപ് ഒരു വേൾഡ് കപ്പ് നേട്ടം, അതിൽ കുറഞ്ഞ ഒന്നും കൊണ്ട് തൃപ്തിപ്പെടുവാൻ കഴിയില്ല എന്ന് പറഞ്ഞിറങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലോകോത്തര ഫുട്ബോളർക്ക് അതിശക്തമായ മുന്നറിയിപ്പാണ് ഈ മത്സരം നൽകുന്നത്. ഈ കളിയുമായിട്ടാണ് വരും ദിവസങ്ങളിലെ കൊലകൊമ്പന്മാരെ നേരിടുവാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നത് എങ്കിൽ ലോകകപ്പ് നേടില്ല എന്ന് മാത്രവുമല്ല, ലജ്ജിച്ച് തല താഴ്ത്തി CR7 അനുയായികളും മടങ്ങിപ്പോകേണ്ടി വരും. ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതുവാൻ മറക്കരുത്. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുവാൻ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.